മുജാഹിദ് ജമാഅത്ത് വിഭാഗക്കാരുടെ പള്ളികളിൽ നിന്നും മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് കേട്ട് നോമ്പ് മുറിച്ചാൽ ആ നോമ്പ് ബാത്തിലാകുന്നതാണ്. കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അവർ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത്. സുബ്ഹി ബാങ്ക് വിളിക്കുന്നതോ ഏതാനും മിനിറ്റുകൾ വൈകിപ്പിച്ചും. അപ്പോൾ തന്നെ അത് കേട്ട് നോമ്പെടുക്കുന്നവരുടെ നോമ്പ് ബാത്തിലാകുന്നുണ്ട്. റമളാൻ മാസമായാൽ ഇവനെ പോലെയുള്ള ചില മുസ്ലിയാക്കന്മാര് കളവുമായി വരും. ഇവർക്ക് ഈ പുണ്യമാസം ഫിത്നക്കും ഫസാദിനുമുള്ളതാണ്. ഇയാൾ പറഞ്ഞത് പച്ചക്കളവാണെന്ന് ഞാൻ വെറുതെ പറയല്ല, ഞാനിത് തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ കാണുന്നത് പതിറ്റാണ്ടുകളായി സമസ്ത ഫോളോ ചെയ്യുന്ന നമസ്കാര പട്ടികയാണ്. ഈ നമസ്കാര പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത് UK ആറ്റക്കോയ തങ്ങളാണ്. ഈ നമസ്കാര പട്ടികയുടെ മുകളിൽ ഒരു കുറിപ്പ് നിങ്ങൾക്ക് കാണാം, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഈ സമയ പട്ടിക കണ്ണൂർ അടിസ്ഥാനമാക്കി ഗണിച്ചെടുത്തതാണ്. സൂക്ഷ്മതക്കായി കൃത്യസമയത്തിന്റെ കൂടെ 3 മിനിറ്റ് കൂട്ടിച്ചേർത്താണ് നമസ്കാര പട്ടികയിൽ എഴുതിയിട്ടുള്ളത്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമസ്കാര പട്ടികയിൽ സമയം ചേർത്തപ്പോൾ 3 മിനിറ്റ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൂട്ടി എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഗ്രിബ് ബാങ്ക് 6:30 ഈ സമസ്തക്കാരെപ്പോഴാ ബാങ്ക് വിളിക്കുക? വൈകിപ്പിക്കും. 6:33 ഇവർ ബാങ്ക് വിളിക്കുക. എന്നാൽ സമയമായാൽ ഒരിക്കലും പിന്തിപ്പിക്കരുത് എന്നതാണല്ലോ പ്രവാചക ചര്യ. ആ പ്രവാചക ചര്യ പിൻപറ്റിക്കൊണ്ട് ശാസ്ത്രീയമായി കൃത്യസമയത്ത് ബാങ്കായാൽ, മഗ്രിബ് ബാങ്കിന്റെ സമയമായാൽ സലഫി പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ഇവര് മുക്രയിടാൻ തുടങ്ങും. എന്താ പറയാ? അതാ നേരത്തെ ബാങ്ക് വിളിച്ചു, അതുകൊണ്ട് നോമ്പ് തുറക്കണ്ട, നോമ്പ് തുറന്നാൽ ബാത്തിലാകും. ആലോചിച്ചു നോക്കൂ, ഈ മുസ്ലിയാക്കന്മാർ ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾ, ഇവരുണ്ടാക്കുന്ന ഫിത്നകൾ, മുസ്ലിം സമുദായത്തിനിടയിൽ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പുണ്യമാസത്തിൽ വരെ ഇതൊന്നും നിർത്തുന്നില്ലല്ലോ ഈ കളവ്. ഈ പിന്തിപ്പിക്കുന്ന ഏർപ്പാട് ആരുടെ ചര്യയാണ്? അത് മുസ്ലിമീങ്ങളുടെ ചര്യയാണോ? നിങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കാം. ഇതാ ഞാൻ ഹദീത്ത് കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഹദീത്ത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. 2353 നമ്പർ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യസാലുദ്ദീനു ളാഹിറൻ മാ അജ്ജലന്നാസു അൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ സമയമായാൽ ജനങ്ങൾ ധൃതി കാണിക്കുന്ന കാലമത്രയും അള്ളാഹുവിന്റെ ദീന് വിജയത്തിൽ തന്നെയായിരിക്കും. അതായത് ജനങ്ങൾ ഖൈറിലായിരിക്കും. എന്ത്? നോമ്പ് തുറക്കാൻ സമയമായാൽ പിന്തിപ്പിക്കാതെ അതിനിങ്ങനെ ധൃതി കാണിക്കുന്ന കാലമുണ്ടെങ്കിൽ ജനങ്ങൾ നന്മയിലായിരിക്കും, ദീന് വിജയത്തിലായിരിക്കും. കാരണം എന്താണെന്നറിയോ? ലി അന്നൽ യഹൂദ വൻ നസാറ യുഅഖിറൂൻ. ജൂതന്മാരും ക്രൈസ്തവരുമൊക്കെ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ പിന്തിപ്പിക്കുന്നവരാണ്, സമയമായിട്ടും പിന്തിപ്പിക്കുന്നവരാണ്. എന്നാൽ മുസ്ലിമീങ്ങൾ സമയമായാൽ പിന്തിപ്പിക്കാതെ കൃത്യസമയത്ത് തന്നെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഇവനെ പോലെയുള്ള ആളുകൾ ആരുടെ ചര്യയാണ് പിൻപറ്റുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഞാനിതിപ്പോൾ പറയുന്നില്ല. എന്തു വലിയ പൊട്ടത്തരവും മണ്ടത്തരവുമാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് വിളമ്പി വിടുന്നത്. സുന്നികൾ കേരളത്തിൽ ബാങ്ക് കൊടുക്കുന്നത് വളരെ കൃത്യമായ സമയത്താണ്, വളരെ കൃത്യവും സൂക്ഷ്മവുമായ സമയത്താണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മലനിരകളും വിവിധ ഭൂപ്രകൃതിയുമുള്ള കേരളത്തിൽ അതാത് മേഖലയിലെ എല്ലാ സ്ഥലത്തും കൃത്യമായി നിസ്കാരത്തിന്റെ സമയമായി എന്ന് ബോധ്യം വരുന്ന വിധത്തിലാണ് സുന്നികൾ നിസ്കാര സമയം കൊടുക്കാറുള്ളത്. കാരണം വിവിധ നാടുകൾ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയർച്ച, താഴ്ച, അതുപോലെ തന്നെ നാടുകളുടെ ദൂരം മുതലായ നിരവധി ഘടകങ്ങൾ സമയം നിശ്ചയിക്കുമ്പോൾ പരിഗണിക്കേണ്ടതുണ്ട്. പുത്തൻവാദികൾ ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കേന്ദ്രത്തെ പരിഗണിച്ച് ആ കേന്ദ്രത്തിന്റെ സമയം എല്ലായിടത്തും ബാധകമാക്കുക. അത് ശരിയല്ല. കാരണം എന്താ ഉദാഹരണം പറയാൻ നമുക്ക് കോഴിക്കോട് മേഖലയിലെ കിഴക്ക് ഭാഗത്തുള്ളതും പടിഞ്ഞാറ് ഭാഗത്തുള്ളതുമായ ചില സ്ഥലങ്ങൾ തമ്മിൽ 6 മിനിറ്റിൽ കൂടുതൽ വ്യത്യാസമുണ്ട്. കിഴക്ക് ഭാഗത്തുള്ള നാടിനെ അപേക്ഷിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ വൈകി എത്തുന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സുന്നികൾ നിസ്കാര സമയം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുന്നികളുടെ നിസ്കാര സമയം കൃത്യമായി ശരിയാണ്. നിങ്ങൾ ദുബായിലെ ബുർജ് ഖലീഫയുടെ താഴെ നിലയിലെയും മധ്യനിലയിലെയും മുകളിലെ നിലയിലെയും നോമ്പ് തുറയുടെ സമയം വ്യത്യസ്തമാണ്. എന്റെ കാരണം ഉയർച്ചയും താഴ്ചയും, സമുദ്രനിരപ്പിലുള്ള ഉയർച്ചയും താഴ്ചയും കൂടിയത് കൊണ്ടാണ്. അങ്ങനെയാണല്ലോ ഫത്വ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ നിരീക്ഷിച്ച് നോക്കി നിങ്ങൾ. പിന്നെ മഗ്രിബിന്റെ സമയം എപ്പോഴാവുക? മഗ്രിബിന്റെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ദൃശ്യചക്രവാളത്തെ തൊട്ട് പൂർണ്ണമായും മറഞ്ഞാലാണ് മഗ്രിബ് നിസ്കാരത്തിന് സമയമാവുക. അപ്പോഴാണ് നോമ്പ് തുറക്കാനുള്ള സമയമാവുക. അസ്തമയത്തെ കുറിച്ച് പറയുമ്പോൾ, സൂര്യന്റെ അസ്തമയത്തെ കുറിച്ച് പറയുമ്പോൾ സൂര്യന് 2 വിധ ചക്രവാളങ്ങളുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ ചക്രവാളം ഗോളശാസ്ത്ര ചക്രവാളമാണ്, രണ്ടാമത്തെ ചക്രവാളം ദൃശ്യചക്രവാളമാണ്. ഈ ഒന്നാമത്തെ ചക്രവാളത്തിൽ സൂര്യന്റെ ഒന്നാമത്തെ ചക്രവാളം എന്ന് പറഞ്ഞത് ഗോള
ഗോളശാസ്ത്ര ചക്രവാളം. ഈ ഒന്നാമത്തെ ചക്രവാളത്തിൽ സൂര്യന്റെ മധ്യം എത്തുമ്പോൾ ഗോളശാസ്ത്രപരമായ അസ്തമയവും, രണ്ടാമത്തെ ചക്രവാളം എന്ന് പറഞ്ഞാൽ ദൃശ്യ ചക്രവാളം. ഈ രണ്ടാമത്തെ ചക്രവാളത്തെ തൊട്ട് സൂര്യൻ പൂർണ്ണമായും മറഞ്ഞാലാണ് യഥാർത്ഥ അസ്തമയം സംഭവിക്കുന്നത്. ഈ അസ്തമയമാണ്, അഥവാ ഏതസ്തമയം? സൂര്യൻ രണ്ടാമത്തെ ദൃശ്യചക്രവാളത്തിലേക്കുള്ള അസ്തമയം. ആ അസ്തമയമാണ് ശറഅ് അംഗീകരിക്കുന്ന, ശറഅ് പരിഗണിക്കുന്ന അസ്തമയം എന്ന് പറയുന്നത്. ഇതാണ് നോമ്പിനും അതുപോലെ തന്നെ നിസ്കാരത്തിനും പരിഗണിക്കുക. ഈ രണ്ട് ചക്രവാളങ്ങൾ അഥവാ ഗോളശാസ്ത്ര ചക്രവാളവും ദൃശ്യ ചക്രവാളവും തമ്മിൽ 44 ആർക്ക് മിനിറ്റുണ്ട്. അതുപോലെ തന്നെ സൂര്യന്റെ ആരം കിടക്കുന്നത് 16 ആർക്ക് മിനിറ്റാണ്. ഇത് രണ്ടും കൂട്ടിയാൽ 60 ആർക്ക് മിനിറ്റ് അഥവാ 1 ഡിഗ്രി നമുക്ക് കിട്ടും. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് സമയം. ഒരു 4 മിനിറ്റ് എങ്ങനെ 1 ഡിഗ്രി 4 മിനിറ്റ് സമയം എന്ന് കിട്ടിയത്? ഒരു ദിവസത്തിൽ 1440 മിനിറ്റ് ഉണ്ട്. ഒരു വൃത്തം 360 ഡിഗ്രിയാണ്. അപ്പോൾ 1440 ഹരിക്കണം 364. അഥവാ മേൽപ്പറയപ്പെട്ട രണ്ട് അസ്തമയങ്ങളും, അഥവാ മേൽപ്പറയപ്പെട്ട രണ്ട് അസ്തമയങ്ങൾ എന്ന് പറഞ്ഞാൽ ദൃശ്യചക്രവാളത്തിലുള്ള അസ്തമയം, ഗോളശാസ്ത്ര ചക്രവാളത്തിലുള്ള അസ്തമയവും ദൃശ്യചക്രവാളത്തിലുള്ള അസ്തമയവും തമ്മിൽ 4 മിനിറ്റ് വ്യത്യാസമുണ്ട്. 4 മിനിറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ആസ്ട്രോണമിക്കൽ സൺസൈറ്റിനേക്കാൾ 4 മിനിറ്റ് കൂട്ടണം മഗ്‌രിബിന്റെ സമയം ലഭിക്കാൻ എന്ന് സുന്നി പറയാൻ കാരണം, നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കി ആസ്ട്രോണമിക്കൽ സൺസെറ്റിന്റെ സമയം നോക്കി നോമ്പ് തുറക്കുകയാണ്. അത് ശരിയല്ല. അതാണ് സുന്നികൾ പറയും 4 മിനിറ്റ് കൂട്ടണം. ഇനി സുബഹിന്റെ സമയം നോക്കാം. സുബഹിയുടെ സമയം എപ്പോഴാ? സുബഹിയുടെ സമയം പ്രവേശിക്കൽ ഫജ്ർ സ്വാദിഖ് ഉദിച്ചത് മുതൽക്കാണ്. ഫജ്ർ സ്വാദിഖ് ഉദിക്കണം, അപ്പോഴാണ് സുബഹിന്റെ സമയം തുടങ്ങുക. ഫജ്ർ സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പായി കാണപ്പെടുന്ന വ്യക്തമായ ശോഭ, ഇതാണ് ഫജ്ർ സ്വാദിഖ്. അത് ദൃശ്യചക്രവാളത്തിൽ സൂര്യന്റെ ആദ്യ ഭാഗം എത്തുന്നതിന്റെ 19 ഡിഗ്രിയും ഗോളശാസ്ത്ര ചക്രവാളത്തിൽ സൂര്യന്റെ മധ്യഭാഗം എത്തുന്നതിന് 20 ഡിഗ്രിയും മുമ്പാണ് ഇതുണ്ടാവുക. മനസ്സിലായോ? ദൃശ്യചക്രവാളത്തിൽ സൂര്യന്റെ ആദ്യ ഭാഗം എത്തുന്നതിന്റെ 19 ഡിഗ്രിയും ഗോളശാസ്ത്ര ചക്രവാളത്തിൽ സൂര്യന്റെ മധ്യഭാഗം എത്തുന്നതിന്റെ 20 ഡിഗ്രിയും മുമ്പാണ്. അപ്പോ ഇശാഇന്റെ സമയം യഥാർത്ഥ അസ്തമയത്തിന് ശേഷം 17 ഡിഗ്രിയും ഗോളശാസ്ത്ര അസ്തമയത്തിന് ശേഷം 18 ഡിഗ്രിയുമാണ് ഇശാഇന്റെ സമയം. ഇങ്ങനെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോ ഈശാന്യ സമയം ഉണ്ടാകണം മേഘത്തിലെ കടും ചുവപ്പ് മായുമ്പോഴാണ് അത് സംഭവിക്കുക. ഗോളശാസ്ത്രപരമായ അസ്തമയത്തിന് ശേഷം 18 ഡിഗ്രി ആകുമ്പോൾ തന്നെ മേഘത്തിലെ കടും ചുവപ്പുമായും, നമ്മൾ പറഞ്ഞു ഗോളശാസ്ത്ര അസ്തമയത്തിന് ശേഷം 18 ഡിഗ്രി ആണ് ഉണ്ടാകുക. അപ്പോ 18 ഡിഗ്രി ആകുമ്പോൾ തന്നെ മേഘത്തിൽ എന്ത് പോകും? കടും ചുവപ്പുമായും. അതിനുശേഷം 1 ഡിഗ്രി കൂടി സൂര്യന്റെ ചക്രവാളത്തെ തൊട്ട് താഴ്ന്നാൽ മഞ്ഞ നിറവും, ശേഷം 1 ഡിഗ്രി കൂടി താഴ്ന്നാൽ വെള്ള നിറവുമാവും. 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് ആണ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അപ്പൊ സുബഹിയുടെ സമയത്ത് ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അഥവാ 20 ഡിഗ്രി ഉദിക്കാനുണ്ടാകുമ്പോൾ വെള്ള ശോഭയുടെ ആരംഭം വരും. ഇതാണ് ഫജ്ർ സ്വാദിഖ്. അതാണ് ഫജ്ർ സ്വാദിഖ്. ശേഷം യഥാക്രമം 19, 18 എന്നീ ഡിഗ്രിയിൽ സൂര്യൻ ചക്രവാളത്തിൽ താഴെ വരുമ്പോൾ മഞ്ഞ, ചുവപ്പ് തുടങ്ങിയ വർണ്ണങ്ങൾ വരും. മുമ്പ് പറഞ്ഞതുപോലെ ഇശാഇന് പരിഗണിക്കേണ്ടത് ചുവന്ന ശോഭയും സുബഹിക്ക് പരിഗണിക്കേണ്ടത് വെളുത്ത ശോഭയാണ്. അത് 20 ഡിഗ്രിയാണ്. ഇക്കാര്യങ്ങളെല്ലാം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞതാണ്. എന്നാൽ പുത്തൻവാദികൾ അവരുടെ ബാങ്കിന്റെ സമയം പരിഗണിക്കുന്നത്, സുബഹിന്റെ ബാങ്കിന്റെ സമയം പരിഗണിക്കുന്നത് 18 ഡിഗ്രിയാണ്. അത് തീർത്തും തെറ്റാണത്. അത് പണ്ഡിതരുടെ ഫത്വകൾക്കും ഉദ്ധരണിക്കൊക്കെ എതിരാണ്. അത് യൂറോപ്യന്മാരെ പിൻപറ്റിക്കൊണ്ടു അവരെ അവലംബിച്ചുകൊണ്ടുള്ള നിസ്കാര സമയമാണ്. അത് ശരിയാകില്ല. ഇതാണ് വസ്തുത. ഇതാണ് സത്യസന്ധമായ തീരുമാനം. ഇതാണ് സത്യസന്ധമായ കണക്ക്. എന്നിട്ട് അതിനെ തെറ്റാണ് എന്നും ഞങ്ങളാണ് ശരിയായ സമയത്ത് ബാങ്ക് കൊടുക്കുന്നത് എന്നും പറഞ്ഞ് സുന്നികളെ വഴിപിഴപ്പിക്കാൻ, മുസ്ലിമീങ്ങളെ, പാവപ്പെട്ട നിഷ്കളങ്കരായ ആളുകളെ വഴിപിഴപ്പിക്കാൻ വരുന്നത് തീർത്തും അബദ്ധമാണ്, തീർത്തും തെറ്റാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഗോളശാസ്ത്ര വിഷയ സംബന്ധമായ കാര്യങ്ങൾ അറിയില്ല എങ്കിൽ അത് അറിവുള്ള ആളുകളുടെ അടുത്ത് പോയി പഠിക്കണം. അത് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് ചെയ്യേണ്ടത്.
അല്ലാതെ തൊള്ളയിൽ തോന്നിയതുപോലെ സുന്നികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളുടെ കൽപ്പനക്ക് എതിര് ചെയ്തു. വിശുദ്ധാശന്റെ മാതങ്ങൾ സമയമായാൽ നോമ്പ് തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് പിന്തിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സുന്നികൾ ആക്ഷേപിക്കാൻ വരട്ടെ. നിങ്ങൾ സമയത്തിന്റെ മുമ്പാണ് നോമ്പ് തുറക്കുന്നത്, ഞങ്ങൾ സമയമായാലാണ് നോമ്പ് തുറക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇവരല്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ.